യു ഡി എഫിൻ്റെയും ബി ജെ പിൻ്റെയും ഐശ്വര്യം എന്തെന്ന് അറിയോ? ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ പിണറായി വിജയനും എം വി ഗോവിന്ദൻ മാഷുമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം യു ഡി എഫും ബി ജെ പിയും ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതി. കാരണം എതിർപ്പായിട്ട് നിൽക്കുന്നത് എൽ ഡി എഫ് സി പി എം ആണല്ലോ. അവർ ഒന്നും ചെയ്യാതെ തന്നെ ഇപ്പോൾ പുതിയ തീരുമാനം വന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. കാരണം കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനിച്ചിരിക്കുന്നത് നേതൃത്വ നിരയിൽ മാറ്റം വേണ്ട, അതായത് പിണറായി വിജയനും മാറ്റം ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫിനും ബി ജെ പിക്കും ഐശ്വര്യമായിട്ട് മാറും. കാരണം എൽ ഡി എഫ് എന്നുള്ള പിന്നെ ഒരാളെ കൂടി ഇവിടെ പറയേണ്ടി വരും, നികേഷ് കുമാറിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്താണ്. എന്തായാലും അത് കൂടി പറയാം. അപ്പൊ ഇത് കൂടാതെ ഇപ്പൊ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വന്ന ഒരു തീരുമാനമാണല്ലോ നമ്മളിപ്പോ പറഞ്ഞു വന്നത്. അപ്പോൾ സി പി എമ്മിന്റെ ഒരു മാറ്റം വേണ്ട, എല്ലാ അണികളും ആലോചിച്ചും അല്ലെങ്കിൽ കാത്തിരുന്നതും ഒരു മാറ്റം നേതൃനിരയിൽ ഉണ്ടാവും. കാരണം ഈ തോൽവിയിൽ നിന്ന് ഒരു കരകയറാൻ ഒരു അവസരം ഉണ്ടാവും എന്നൊക്കെയായിരുന്നു. പക്ഷേ കേന്ദ്ര കമ്മിറ്റി തീരുമാനത്തിൽ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ സി പി എം? അല്ല, ഞാൻ കരുതിയത് എം വി ഗോവിന്ദനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നല്ല, എന്നാൽ എം വി ഗോവിന്ദനെ മാറ്റാനുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാര്യം ഇത്രത്തോളം പ്രതിഷേധ സ്വരങ്ങൾ ഉയരുമ്പോൾ പിണറായി വിജയനെ മാറ്റിയാൽ അവിടെ ആരെ കൊണ്ടുവരുമെന്നുള്ള ആശങ്ക ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റിക്കുള്ളത് കൊണ്ട് എം വി ഗോവിന്ദനെ മാറ്റുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷകളെല്ലാം വിഫലമായി. ഇവർ രണ്ടുപേരും തന്നെയായിരിക്കും ഇനിയും നയിക്കുക. എൽ ഡി എഫിൽ ഇവർ രണ്ടുപേരല്ലാതെ മറ്റാര് എന്ന, അല്ലെങ്കിൽ സി പി എമ്മിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും അല്ലാതെ മറ്റാര് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറ്റാരുമില്ലേ എന്ന ഒരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ അണികൾക്കൊക്കെ നിരാശയായിരിക്കും ഈ ഒരു തീരുമാനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ എതിർസ്വരം ഉയർന്നു വന്നത് പിണറായി വിജയനും എം വി ഗോവിന്ദനും എതിരായിട്ടാണ്. പക്ഷേ അവരെ രണ്ടുപേരെയും മാറ്റാത്തതിന് സി പി എമ്മിന്റെ രീതി വെച്ച്, അല്ലെങ്കിൽ സി പി എമ്മിന്റെ സംഘടനാ രീതി വെച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ മാറുന്ന ഒരു രീതി സി പി എം അല്ലെങ്കിൽ മുൻപ് മുതലേ സി പി എം ഫോളോ ചെയ്ത് വരുന്നില്ല എന്ന് പറയുന്നത്. വേറെ കാര്യമുണ്ട്, അങ്ങനെ ഫോളോ ചെയ്തിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ പോലെയല്ല ഇന്നത്തെ സാഹചര്യം. അന്ന് സി പി എമ്മിലെ നേതാക്കൾക്കെതിരെ ആരും ഒന്നും ശബ്ദിക്കാറില്ല, അണികൾക്ക് പ്രതിഷേധം അല്ലെങ്കിൽ രേഖപ്പെടുത്താറില്ല. ഇന്ന് അങ്ങനത്തെ അല്ലല്ലോ സാഹചര്യം. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമുണ്ട്. അന്നത്തെ നേതാക്കൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഏകാധിപത്യ രീതി ഉണ്ടായിരുന്നില്ല. അതിന് എല്ലാത്തിനും അപ്പുറം, നേതാക്കൾക്കപ്പുറം പാർട്ടി ഉണ്ടായിരുന്നു. ശക്തരായ പല നേതാക്കളും ഉണ്ടായിരുന്നു. മറുവശത്ത് ഇപ്പൊ ഇവിടെ പാർട്ടിക്ക് അപ്പുറത്തേക്ക് പിണറായി വിജയൻ എന്ന വ്യക്തി വളർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏകാധിപത്യ രീതി വളർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധ സംസാരങ്ങളും സ്വരങ്ങളും പാർട്ടിയിൽ ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് തോൽവിക്ക് കാരണവും ഇവരാണെന്ന് തന്നെയാണല്ലോ പറയുന്നത്. അതായത് പാർട്ടികൾക്കുള്ളിൽ തന്നെ, പാർട്ടിക്ക് അണികളുടെ ഇടയിൽ തന്നെ പറയുന്നത് ഇവരാണ് ഈ തോൽവിക്ക് കാരണമെന്ന് ഉയർന്നു വന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പാർട്ടിക്കെതിരെ ഒരു നടപടി എടുക്കണ്ടേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല, ഇപ്പോ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ നേതാക്കൾക്കെതിരെ നടപടി എടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായി സൈബർ ഹാൻഡിലുകളിൽ കിട്ടാൻ പോകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, ഇതിനു മുൻപ് പരാജയങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോ അന്നത്തെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുണ്ടായ പരാജയം, അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ മാറിയിട്ടില്ല, നയനാർ രാജിവെച്ചിട്ടില്ല, പിന്നെ എന്തിനു മാറണം? കോൺഗ്രസിലാണ് അത്തരം ഒരു രീതിയുള്ളത്. അന്നൊക്കെ തോൽവി നയനാരുടെ കുറ്റം കൊണ്ടല്ലോ, അതല്ല പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ലല്ലോ. ഇപ്പൊ പിണറായി വിജയനും അല്ലെങ്കിൽ എം വി ഗോവിന്ദനും തോൽവിക്ക് കാരണമായി എന്നുള്ള ഒരു നിലപാട് പക്ഷെ അതിപ്പോഴും പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നല്ലേ നമുക്ക് ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി അത് അംഗീകരിക്കുകയായിരുന്നുവെങ്കിൽ പിണറായി വിജയനെ എം വി ഗോവിന്ദനെ മാറ്റണമായിരുന്നു. പാർട്ടി ഇപ്പോഴും പറയുന്നത് തെറ്റുപറ്റിയെന്ന് പാർട്ടി സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആ തെറ്റ് തിരുത്താൻ പാർട്ടി തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയും. തെറ്റ് തിരുത്താൻ പാർട്ടി തയ്യാറായിരുന്നെങ്കിൽ ഇത്തരം ഒരു നിലപാടായിരുന്നില്ല പാർട്ടി എടുക്കേണ്ടിയിരുന്നത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റിയാൽ മറ്റാര് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലാതെ മറ്റാര് സി പി എമ്മിനെ നയിക്കുമെന്ന ഒരു രീതിയിലേക്ക് പാർട്ടിയെ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ എത്തിച്ചു എന്ന് പറയേണ്ടി വരും. പക്ഷെ എം വി ഗോവിന്ദനെ മാറ്റാൻ പറ്റുമായിരുന്നു. അവിടെയും ഒരു മാറ്റത്തിന് തയ്യാറായിട്ടില്ല. മാറാൻ തയ്യാറാണ്, തിരുത്താൻ തയ്യാറാണെന്ന് പറയുമ്പോൾ പോലും ഞങ്ങൾ രണ്ടുപേരും മാറാതെയുള്ള തിരുത്തലുകൾ മതി എന്ന ഒരു നിലപാടായിരുന്നു പിണറായി വിജയൻ എം വി ഗോവിന്ദനെന്ന് നമ്മൾ ആവർത്തിച്ചപ്പോൾ അതേ നിലപാട് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയും പറയുന്നത്. എന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സഖാക്കൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്നോ അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നല്ല, ഒരു മാറ്റം വന്ന ഒരു പുതിയൊരു നേതൃത്വം വരിക, അതിൽ അത്രമാത്രമേ ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ. അതിലൊരു മാറ്റം വരുന്നതിലൂടെ പാർട്ടിക്ക് ഒരു ഉണർവുണ്ടാവും എന്നുള്ളതാണ് എല്ലാവരും ഒരു പ്രതീക്ഷിക്കുന്നത്. അതിന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഇതിൽ കേന്ദ്ര കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവരെ മാറ്റുന്നില്ല അതിനെപ്പറ്റി ചർച്ചയെ ചെയ്യണ്ട, മാറ്റുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. പക്ഷെ അതേ സ്ഥാനത്ത് പാർട്ടി ജനങ്ങൾ, താഴെത്തട്ടിലുള്ള അണികൾ അല്ലെങ്കിൽ പ്രവർത്തകർ കൂടുതൽ നന്നായി ഇടപെടണം. കാരണം ആ ഇടപെടൽ കുറഞ്ഞത് കൊണ്ടാണ്
പിന്നെ തോൽവി ഉണ്ടായെന്നുള്ള ഒരു വിലയിരുത്തലൊക്കെയാണല്ലോ നേതൃത്വം പറയുന്നത്. അല്ല, നേതൃത്വം മറ്റൊരു കാര്യം പറയുന്നുണ്ട്, അത് സത്യവുമായിരുന്നു. ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ. എങ്ങനെയായാലും ഞങ്ങൾ ജയിക്കുമെന്ന് നേതാക്കൾക്കായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു കോൺഫിഡൻസ്. നേതാക്കൾക്കുണ്ടായിരുന്നു. അണികളും പാർട്ടിയും തമ്മിൽ, അല്ലെങ്കിൽ അണികൾ പാർട്ടിയിലുണ്ട്, നേതാക്കളും അണികളും തമ്മിൽ ഒരു അകലം വന്നു. അതിനപ്പുറത്തേക്ക് ജനങ്ങളും പാർട്ടിയും തമ്മിൽ, CPM-ഉം ജനങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അകൽച്ചയുണ്ടായി. അതിന് പല കാരണങ്ങളാണ്. അതിലിപ്പോ സാധാരണക്കാരായ പ്രവർത്തകരെ, അണികളെ ഒന്നും പറയാനാകുന്നില്ല. പല വിഷയങ്ങളും ജനങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് നേതാക്കൾ എത്തിച്ചു. അപ്പോൾ മറുപടി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായും പലരും വീട് കയറലുകൾ നിർത്തും, അല്ലെങ്കിൽ അവിടെ ഏറ്റവും ദേഷ്യപ്പെട്ട് മറുപടി കൊടുക്കണം. കാര്യം ഉത്തരമില്ലാതെ വരുമ്പോൾ നമ്മൾ ഒന്നുകിൽ മൗനമാവുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക. അത്തരം രീതിയിലേക്ക് പോയത് നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പും ഒക്കെ കണ്ടതാണ്. പക്ഷേ CPM-നും LDF-നും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്താലും ഞങ്ങൾ ജയിക്കും എന്നുള്ളത്. അത് തിരിഞ്ഞു കൊത്തി. പിന്നെ പല അഭിപ്രായങ്ങൾ വന്നു. പല സ്ഥലത്തും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോൾ പല അഭിപ്രായങ്ങൾ വന്നു. അതൊന്നും പരിഗണിച്ചിട്ടില്ല. ഇപ്പൊ KK ശൈലജയെ മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. മറ്റൊരു മണ്ഡലം നിങ്ങൾ പോയി വിജയിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ പല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥിത്വം, അല്ലെങ്കിൽ ഇവരെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയല്ല, ഇവിടെ വേറൊരാൾ വേണം എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ അതൊന്നും ചെവിക്കൊണ്ടില്ല. അതൊക്കെ പരാജയത്തിന് കാരണമായി എന്ന് പറയുന്നു. അണികളെയും സാധാരണ ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന നിലപാട് CPM കൈക്കൊള്ളണം. പഴയ CPM ആകാൻ, പഴയ CPM-ന്റെ രീതിയിലേക്ക് പോകാൻ ഇവർ രണ്ടുപേർ മാറാത്ത പക്ഷം പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അവരുടെ ഏകാധിപത്യ ശൈലി തന്നെയായിരിക്കും പാർട്ടിയെ വീണ്ടും നിയന്ത്രിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പ്രവർത്തകരെയും മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെ അവർ മാത്രം നന്നായാൽ മതി, നേതാക്കൾ നന്നാവേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി എടുക്കേണ്ട കാര്യമില്ല എന്ന് നേതൃത്വം തീരുമാനിക്കുമ്പോൾ ഈ പ്രവർത്തകർ വീണ്ടും ഇതേ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതുതും ഇനിയും അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ജനങ്ങളുടെ ഇടയിൽ ഇടപഴകാൻ തുടങ്ങും. അങ്ങനെ അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ നേതാക്കളുടെ ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങനെ ഇവർക്ക് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ജനങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റണ്ടേ? അത് എത്രത്തോളം അതിന് മറുപടി പറയാൻ പറ്റും? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും ഇപ്പൊ പുതിയ മന്ത്രിസഭ വന്നു, പിന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് പല കാര്യങ്ങളിലും വേണ്ട വിധത്തിൽ പ്രതിഷേധിക്കാനോ സമരം നടത്താനോ കഴിയാതെ പോയ പ്രതിപക്ഷമാണ് ഇപ്പോഴുള്ളത്. അതിന്റെ അകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. LDF എന്ന് പറയുന്നത് CPM മാത്രമല്ലല്ലോ, CPI ഉണ്ട്. CPIയെ ഒപ്പം നന്നായി നിർത്താൻ, അല്ലെങ്കിൽ CPIയെ ഒപ്പം നന്നായി കൊണ്ടുപോകാൻ പോലും CPM-ന് കഴിയാത്ത ഒരു അവസ്ഥ നിലവിലുണ്ട്. CPI പ്രതിപക്ഷ നേതാവ് സ്ഥാനം വേണം, അല്ലെങ്കിൽ നേതൃസ്ഥാനം വേണമെന്ന് പറയുമ്പോൾ ഇന്ന് ഏകദേശം, ഇനിയിപ്പോ CPM-ൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാവും നമുക്കറിയില്ല. ഇപ്പൊ ഏകദേശ കാര്യങ്ങൾക്കൊരു ധാരണ കേന്ദ്ര കമ്മിറ്റി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ CPI വീണ്ടും പറയുന്നുണ്ട് എല്ലാ സ്ഥാനങ്ങളും ഒരാൾക്ക് തന്നെ നൽകുന്നത്, ഒരു മുന്നണിയിൽ എല്ലാ സ്ഥാനങ്ങളും ഒരു പാർട്ടിക്ക് തന്നെ നൽകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ഒരു വശത്ത് CPM-ന് ഇത്രയും വലിയ, അല്ലെങ്കിൽ LDF-ന് ഇത്രയും വലിയ പരാജയം ഉണ്ടാകുമ്പോൾ അത് CPM എടുത്ത പല നിലപാടുകൾ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് CPI എടുത്ത പല നിലപാടുകളും ശരിയായിരുന്നു. വെള്ളാപ്പള്ളിയെ തള്ളിയത്, CPM വെള്ളാപ്പള്ളിയെ തള്ളാൻ തയ്യാറായത് പരാജയത്തിന് ശേഷം ഈ അടുത്താണ് വെള്ളാപ്പള്ളിയെ ഒപ്പം കൂട്ടിയത് ശരിയായില്ല എന്നാണ്. പക്ഷെ അന്ന് CPIയുടെ നിലപാട് അതായിരുന്നു. PM ശ്രീ വിഷയം വരുമ്പോൾ CPIയുടെ നിലപാട് എന്തായിരുന്നു? അപ്പൊ പല വിഷയങ്ങളിലും CPIയുടെ നിലപാടാണ് ശരി. അതുകൊണ്ട് തന്നെയാണ് അത് CPIക്കും നല്ല ബോധ്യമുണ്ട്, ഞങ്ങളുടെ പല നിലപാടുകളും ശരിയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഒരു മുന്നണിയായി മുന്നോട്ട് പോകാൻ CPM-നും CPIക്കും കഴിയാത്ത പക്ഷം അവരെങ്ങനെ നല്ലൊരു പ്രതിപക്ഷമായിരിക്കാനാണ്? അതെ, അതെന്തായാലും ഇപ്പോ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ള ചോദ്യമായിരുന്നു ഈ ഇലക്ഷന് പിന്നെ ഇവർ LDF ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും തുടർന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനും MV ഗോവിന്ദനും അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള രീതിയാണ്. എല്ലാവരും ഞങ്ങൾ മാത്രമാണ്, മറ്റാരും ഇല്ലേ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട്, മറ്റാരുമില്ല എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയത്തിൽ അധികാരത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കൂടെ നിൽക്കുന്നവരെ വെട്ടുന്ന രാഷ്ട്രീയം, കൊല്ലുന്ന രാഷ്ട്രീയമല്ല, കൂടെ നിൽക്കുന്നവരെ പല കാരണങ്ങളാൽ വെട്ടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രീതി CPM-നുമുണ്ട്, കോൺഗ്രസിലുമുണ്ട്. പക്ഷെ കോൺഗ്രസിലേക്കാൾ കൂടുതൽ അതുള്ളത് CPM-ലാണ്. പല ആളുകളെ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുക, അവർ വിജയിച്ചു കഴിയുമ്പോൾ അവരെ മുഖ്യമന്ത്രിയാക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു രീതി, ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ വളരുമെന്ന് തോന്നുന്ന ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. ഇപ്പൊ നമ്മളത് കണ്ടിട്ടുമുണ്ട്. പല ആളുകൾ, MV രാഘവൻ അടക്കം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അദ്ദേഹം വളരുമെന്നുള്ള ഭയം കൊണ്ട് തന്നെയായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് പോട്ടെ, അച്യുതാനന്ദന്റെ അവസ്ഥ എന്തായിരുന്നു? അച്യുതാനന്ദൻ അനുഭവിച്ചത് എന്തായിരുന്നു? ഇനിയിപ്പോ പിണറായി വിജയൻ അറിയാം, ഈ വെട്ടലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്, എന്നെ ആരും വെട്ടണ്ട. MV ഗോവിന്ദൻ അറിയാം, പിണറായി വിജയൻ ഒപ്പം നിന്നാൽ മാത്രമേ പാർട്ടിയിൽ ഇന്നത്തെ സ്ഥാനം ഉണ്ടാവൂ. MA ബേബി പോലും തെരഞ്ഞെടുപ്പിന് മുൻപ് മൗനമായിരുന്നത്
വിജയിക്കുകയാണ് എങ്കിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് പിണറായി വിജയനായിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകുക പിണറായി വിജയനായിരിക്കും. പിണറായി വിജയനെതിരായി നിൽക്കുകയോ പിണറായി വിജയനേക്കാൾ കൂടുതൽ ജനപ്രീതി കിട്ടുകയോ ഉണ്ടായാൽ കെ ശൈലജയുടെ അവസ്ഥ ഞങ്ങൾക്കുണ്ടാകും. അതുണ്ടാകരുത് എന്ന് തന്നെയാണ്. ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ പാർട്ടി രക്ഷപ്പെടില്ല. ഇനി രക്ഷപ്പെടണമെങ്കിൽ പിണറായി വിജയനും MV ഗോവിന്ദനും തന്നെ തലപ്പത്തിരിക്കട്ടെ. അവരുടെ നിലപാടുകളിലും നയങ്ങളിലും, പഴയ നിലപാടുകളിലും നയങ്ങളിലും മാറ്റം വരുത്താൻ അവർ തയ്യാറായാൽ ഒരുപക്ഷെ ഈ പാർട്ടിക്ക് തിരികെ വരാൻ കഴിയും.